ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ട് പക്ഷേ ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. സോസ് ഇല്ലാതെ ഇതുപോലെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സോസ് ഇല്ലാതെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കൊണ്ട് അതിന് പകരം നമ്മൾ അരപ്പാണ് ഉപയോഗിക്കുന്നത്. അരപ്പിനായി ഒരു ഗ്രൈൻഡർ ജാറിൽ ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയത്, 4 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു വറ്റൽമുളക്, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ പഞ്ചസാര എന്നിവ എടുക്കുക. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ ഏകദേശം 5 മിനിറ്റ് നേരം വഴറ്റുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമല്ലോ. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം 30 സെക്കൻഡ് നേരം വഴറ്റുക. പിന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നേരം വഴറ്റുക. ഇനി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ചേർക്കാവുന്നതാണ്. 1 കപ്പ് ക്യാബേജ് അരിഞ്ഞത്, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് ബീൻസ് അരിഞ്ഞതാണ് നമ്മളിവിടെ ചേർക്കുന്നത്. നമ്മുടെ താല്പര്യമനുസരിച്ച് പച്ചക്കറികൾ ചേർക്കാം. കൂടാതെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വഴറ്റുക. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനാൽ പരമാവധി നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. 3 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ചേർക്കുക. കൂടാതെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഇതിലേക്ക് 200 ഗ്രാം വേവിച്ചു വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം നന്നായി ഇളക്കുക. 1 മിനിറ്റ് നന്നായി ഇളക്കിയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഹെൽത്തി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെസിപ്പി തയ്യാർ. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ സോസിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.